ഹലോ നമസ്കാരം, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഞങ്ങൾ ലീവെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് ഉത്തരാഖണ്ഡ് എത്തി. വഴിയിൽ തന്നെ ഇവള് വിഷമിച്ചിരിക്കുന്നതൊക്കെ എല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ. ഞങ്ങൾ ഇങ്ങനെ ഇൻട്രോ എടുക്കാൻ നിന്നപ്പോൾ ഞങ്ങളുടെ പുറകിൽ കണ്ടോ ഒരു ചേട്ടൻ വണ്ടി നിർത്തിയിരിക്കുന്നു. എന്ത് പറയാനാണ്, റോഡിന്റെ നടുക്ക് അങ്ങ് നിർത്തി. ഇപ്പോൾ ഒരു ആർമിയുടെ വണ്ടി വന്നിട്ട് ഇതിൽ കടന്നു പോകാൻ സ്ഥലമില്ലാണ്ട് അങ്ങനെ കിടക്കുമായിരുന്നു. പുള്ളി ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് അവിടെ വണ്ടിയും കിട്ടു, സന്തോഷമായിട്ട് അവിടെയും കിടക്കുന്നു. ഇതാണ് അവസ്ഥ. ഈ പുറത്തുനിന്ന് വരുന്നവർ ഉത്തരാഖണ്ഡിന്റെ കുഴപ്പമല്ല അത്. ഉത്തരാഖണ്ഡ് അങ്ങനെയാണെന്ന് ഒരിക്കലും പറയരുത്. പുറത്തുനിന്ന് വരുന്ന ഈ മലയിൽ ഡ്രൈവ് ചെയ്ത് പരിചയമില്ലാത്തവർ കാണിച്ചു കൂട്ടുന്നതാണ് ഇതെല്ലാം. അതെല്ലാം പോട്ടെ അല്ലേ, അവരെങ്ങനെയും വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മുടെ സൈഡിൽ കൂടെ കട്ട് ഔട്ട് ആവുന്നു. എന്താ റീസൺ എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പൊ ടൂറിസ്റ്റ് സമയം സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പം അതൊന്നുമല്ല, ഇനി ഇവിടെ വണ്ടികൾക്ക് അങ്ങോട്ട് അനങ്ങാൻ മേലാത്തത്ര ബ്ലോക്ക് ആകാൻ പോകുന്ന സമയമാണ് ഇനി വരാൻ പോകുന്നത്. അപ്പൊ നമ്മള് നൈനിറ്റാൾ വന്ന മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, റോപ്വേയിൽ പോകുക എന്നുള്ളത്. റോപ്വേ ഇന്ന് നമ്മള് അതിന്റെ പ്ലാനാണ്. അത് നമ്മള് മറ്റേ പണ്ട് നൈനിതാൽ ലേക്കില് ബോട്ടിങ് ചെയ്തപ്പം മോളിക്കോടെ ഇങ്ങനെ പൊട്ടുപോലെ പോകുന്ന വീഡിയോ കാണിച്ചായിരുന്നു. പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ വരുന്ന വഴിക്ക് നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോ കണ്ടുപോകുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്, ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നേരെ നമുക്ക് വേറെ ഒന്നും നോക്കണ്ട, നേരെ റോപ്വേയിലേക്ക് പോവാം. അവിടെ എങ്ങനെയാണ് റേറ്റ്, കാര്യങ്ങൾ, സമയം ഒന്നും അറിയില്ല, പോയി നോക്കാം. അതിന്റെ മുകളിൽ ചെന്നിട്ട് എന്താ ഉള്ളതെന്ന് അറിയില്ല. സ്നോ വ്യൂ പോയിന്റ് എന്തൊക്കെയോ വ്യൂ പോയിന്റ് ഉണ്ടെന്നൊക്കെ പറയുന്നു. നമുക്ക് ഇതിനെപ്പറ്റി വലിയ ഗ്രാഹ്യം ഇല്ല. അവിടെ ചെന്ന് നോക്കാം. ലെറ്റ്സ് ഗോ. നൈനിറ്റാൾ ടൗണിനുള്ളിൽ വന്ന് കയറി കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പാർക്കിംഗ് ആണ്. ബൈക്ക് പോലും പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. അപ്പോൾ അങ്ങനെ കറങ്ങി ചുറ്റി ബൈക്കെല്ലാം പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ റോപ്പയുടെ എന്ത് പാർക്കുണ്ടെങ്കിലും ഒരു സ്ഥലമുള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതുപോലത്തെ ഇടിയും ബഹളവും കാര്യങ്ങളും ഭയങ്കര തിരക്കാണ്. അതായത് ഓഫ് സീസൺ ആണ്, ഇപ്പോൾ സീസണായി വരുന്നുള്ളൂ, എന്നിട്ടും തിരക്കാണ്. അപ്പോൾ ഞങ്ങൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ട് നൈനിതാൽ ലേക്കിൻ്റെ സൈഡിൽ കൂടെ നടന്ന് അങ്ങ് മുകളിലാണ് റോപ്പ്. അങ്ങ് മുകളിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ബോർഡ് മൊത്തം കാണാനുള്ള, അതുകൊണ്ട് അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിൻ്റെ ഓഫീസിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കണം, നേരെ അങ്ങോട്ട് നടന്ന് കയറാൻ പോകും. ഇവിടുത്തെ റോപ്പ് ഇവിടുത്തെ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്നതാണ്. ഇവിടെ ആൾക്കാർ ചുമട് കൊണ്ടുപോകുന്ന സ്റ്റൈൽ ഇങ്ങനെയാണ് കേട്ടോ, തലയിലെടുത്തിട്ടല്ല, അവരിങ്ങനെ ബാക്കിൽ ഹാങ് ചെയ്താ കൊണ്ടുപോവുക. അങ്ങനെ റോപ്വേയുടെ എൻട്രൻസിലെത്തി. ഇവിടെ റേറ്റ് എഴുതിയിട്ടുണ്ട്. വേണ്ടേ, അഡൾട്ട്സിന് 360 രൂപ ബോത്ത് വേ, ചൈൽഡ്സ് 260. നേരത്തെ ഇത് 300 ഒരു 5-6 മാസം മുമ്പ് വരെ. ഇപ്പോൾ ഇത് കൂട്ടിയതാണ്. അലൗഡ് സ്റ്റേ ടൈം അറ്റ് സ്നോ വ്യൂ 1 hour. അതായത് മുകളിൽ ചെന്നിട്ട് നമുക്ക് 1 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യാം. റോപ്പ് വേയിലേക്ക് ജസ്റ്റ് കയറി വരുന്ന വഴിക്ക് തന്നെ പിള്ളേരെ ആകർഷിക്കാൻ വേണ്ടി കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറേ ഗെയിമിംഗ് സോണൊക്കെ. ഇത് കണ്ടോ, ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു വിമാനമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയപ്പോഴത്തേക്ക് ഒരു ഡൗട്ട്, കയറണോ വേണ്ടോന്ന്. വില കൂടുതലല്ലേ റോപ്പ് വേക്ക്? 360 രൂപ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് കൂടുതലാന്ന് തോന്നുന്നു. ഇവിടുന്ന് വേണം ടിക്കറ്റ് എടുക്കാൻ. അപ്പം എങ്ങനെ പരിപാടി, എടുത്തേക്കല്ലേ, എന്താണേലും വന്നല്ലേ. ഏട്ടൻ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പം നമ്മൾ താഴെ കണ്ട പോലെ തന്നെ അഡൽട്ട്സിന് 360, ചൈൽഡിന് 260. അതുപോലെ റോപ്പയുടെ കൂടെ എന്താ ഇവരോട് ഫ്രീ എഴുതി വെച്ചിട്ടുണ്ട്, ദിനോസർ പാർക്ക് ടിക്കറ്റ് വിത്ത് റോപ്പേ റൈഡ്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ദിനോസർ പാർക്കിലും കയറാമെന്നാണ് എഴുതിയിരിക്കുന്നത്. നല്ല അടിപൊളി ടിക്കറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ ആ ഗവൺമെൻറ്റിൻ്റെ എന്താണെന്ന് വെച്ചാൽ കുമാവ് മണ്ഡൽ വികാസ് നിഗം ലിമിറ്റഡിൻ്റെ ആണ്. പൊതുവേ നമ്മളിവിടെ വരുമ്പോൾ എന്നും നല്ല തിരക്കുള്ള സ്ഥലമാണെന്നാണ് പറയാറ്. ഇന്നിവിടെ ആരും വെയിറ്റിങ്ങിലൊന്നുമില്ല. ഫുള്ള് തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസാണ് എഴുതിയിരിക്കുന്നത്. 640 മീറ്ററാണ് ലെങ്ത് വരുന്നത്. അതെന്തോരം ഉയർത്തി പോകുന്നു അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഫുള്ള് തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് ജർമ്മൻ മെയ്ഡും കണ്ടാണ് ഈ സംഭവം. 11 പേർക്ക് കയറാം. ഒറ്റ ടൈമിൽ 11 പേർക്ക് കയറാം. 825 കിലോ. അതിങ്ങനെ പൊങ്ങിപ്പോകുമ്പോൾ പേടിയാകുന്നുണ്ടല്ലേ, ചെറുതായിട്ടൊരു പേടി വരുന്നു. വയറിനുള്ളിൽ ഒരു ആന്തൽ വരുന്നുണ്ട് പൊങ്ങി പോകുമ്പോൾ. അങ്ങനെ
നിലത്തെത്തി. ഇപ്പൊ ഇതുവരെ ആകാശത്തോടെ ഇങ്ങനെ പറന്ന് നടക്കുമായിരുന്നു. ആ ലേക്ക് ഒക്കെ കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ എത്ര ഹൈറ്റ് അടിയില് മണ്ടയിലാന്ന് നമുക്ക് എങ്ങനെ മണ്ടയില് അല്ല താഴേന്ന് അത് 700 അടി നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. 700 അടിയോ 700 മീറ്ററോ എന്തോ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് അതിനകത്ത് നോട്ട് ചെയ്തിട്ടുണ്ട്. അത്രയും ഉയരത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഇവിടെ എത്തി ചെവിയൊക്കെ അടഞ്ഞു അല്ലേ? ചെവിയൊക്കെ അടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിവിടെ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. നമുക്കൊന്ന് കണ്ട് 1 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്യാം. എന്തൊക്കെ താഴത്തേക്കുള്ളതെല്ലാം കണ്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ കുറച്ച് നേരം നിൽക്കാം. ചിൽ. നമ്മളിവിടെ വന്നിട്ട് ഫസ്റ്റ് കാണാൻ പോകുന്നത് പനോരമ വ്യൂ പോയിന്റ് ആണ്. അവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വ്യൂ പോയിന്റ് എന്തൊക്കെ കാണാം. സെൻറ്റ് ജോസഫ് കോളേജ്, നമ്മുടെ അമിതാഭ് ബച്ചൻ പഠിച്ച ഷെയർവുഡ് കോളേജ്, ടിഫിൻ ടോപ്പ് ഇവിടെ നിന്ന് കാണാം, സൺസെറ്റ് പോയിന്റ്, ക്യാമൽ ബാക്ക്, അതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാം. നമ്മളങ്ങനെ കയറി ഇവിടുത്തെ വ്യൂ പോയിന്റിലെത്തിയിട്ടോ. ഈ കാണുന്ന സംഭവങ്ങളെല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാം. അതിൻ്റെ ഡയറക്ഷൻസ് ആണ് അതിനകത്ത് കാണിച്ചേക്കുന്നത്. അതിന് സെറ്റപ്പായിട്ട് ഇവിടുത്തെ ഒരു കടയിൽ കേൾക്കുന്ന ഒരു ഒച്ച ഞങ്ങളിപ്പോൾ കേൾപ്പിച്ചു തരാവേ. ഒരു ഭയങ്കരമായിട്ടുള്ള പീസ്ഫുൾ അറ്റ്മോസ്ഫിയറാണ് ഇവിടെ നമുക്ക് ഈ സൗണ്ട് കൊണ്ട് കിട്ടുന്നത്. ആ മൈക്കൊന്ന് അടുപ്പിച്ച് പിടിച്ചിട്ട് അതിൻ്റെ അടുത്തേക്ക്, ഈ വലുതിൻ്റെ അടുത്തേക്ക്. നല്ല തണുത്ത കാറ്റല്ലേ, നല്ല അടിപൊളി കാറ്റ്, നല്ല അടിപൊളി വ്യൂ അല്ല. ഈ നേരെ മുമ്പിൽ കാണുന്നതാണ് ക്യാമൽസ് ബാക്ക് എന്ന് പറയുന്നത്, ഒട്ടകത്തിന്റെ പുറം പോലെയുള്ള സ്ഥലം. പിന്നെ നേരെ പോയി കഴിഞ്ഞാൽ ടിഫിൻ ടോപ്പ് നമ്മളന്ന് പോയിട്ടുണ്ടല്ലോ. പിന്നെ താഴെ കാണാൻ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ലേക്ക്, നമ്മുടെ നൈനാദേവിയുടെ ലേക്ക്. നൈനാ ലേക്ക്, ഹാ ഹാ ഹാ, എന്ത് സുന്ദരം, നല്ല സൂപ്പർ വ്യൂ. പ്രത്യേക സുഖമുണ്ടല്ലോ നിൽക്കാന്. പിന്നെ ഈ ഒരു ക്ലൈമറ്റും എല്ലാം കൂടെ നല്ല രസമുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇവിടെ വേണേ വണ്ടി കൊണ്ട് വരാവുന്നതാണ് കേട്ടോ. പക്ഷെ വണ്ടി വരുന്ന വഴി ഈ തൊട്ട് താഴത്തോടെയാണ് കാർ കയറി വരുന്നത്. പക്ഷെ റോപ്പ് വേയിൽ വരണം എന്നുള്ളവർ എന്തിനു വണ്ടിയിൽ വരും? റോപ്പ് വേയിലല്ലേ വരുള്ളൂ. എങ്ങനെയുണ്ട്? വല്ലതും കാണാൻ പറ്റുന്നുണ്ടോ അതിനകത്തോടെ? അത് അടിച്ചു പോയതാ, അതിനകത്തോടെ നോക്കിയിട്ട് കാര്യമില്ല. ദൂരദർശിനി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഒരു കാര്യമില്ല, ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇതൊരു നല്ല ഇനിഷ്യേറ്റീവ് ആണ് കേട്ടോ. ഇതുണ്ടോ, അറ്റൻഷൻ പ്ലീസ്. ഈ ടെലിസ്കോപ്പ് ഇവിടെ വെച്ചേക്കുന്നത് പാവപ്പെട്ട പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടിയുള്ളതാണ്. പഠിക്കാൻ വേണ്ടിയുള്ള കാശ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. നമുക്ക് എത്ര കൊടുക്കണോ അത് ഇതിനകത്ത് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. ഇവിടെ ഇഷ്ടംപോലെ ഫുഡ് അടിക്കാനുള്ള സെറ്റപ്പും ഉണ്ട്. അതുപോലെ തന്നെ പർച്ചേസ് ചെയ്ത് നല്ലപോലെ പർച്ചേസ് ചെയ്യാനുള്ള ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. ക്യാഷുമായിട്ട് ഇറങ്ങിയാൽ മതി. വെറൈറ്റി സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ അടിപൊളി വെറൈറ്റി സാധനങ്ങളാണ്. നമുക്ക് ഷോക്കേസിൽ വെക്കാം, ഗിഫ്റ്റ് കൊടുക്കാം അല്ലേ, നല്ല ഐറ്റംസ്, അടിപൊളി സാധനങ്ങൾ. ഇതുണ്ടല്ലേ ഈ കളറിലൊക്കെ ഉള്ള ഡ്രീം ക്യാച്ചർ ഒന്നും കാണാൻ പോലും കണ്ടിട്ടില്ല. ഡ്രീം ക്യാച്ചർ ഒക്കെ എല്ലാം നല്ല സൂപ്പറാ. പക്ഷെ നല്ല അടിപ്പം വിലയും കേട്ടോ, നല്ല റേറ്റ് ഉണ്ട്. ഇങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. എന്താണെങ്കിലും പർച്ചേസ് ചെയ്യാം. ഇനി നമുക്ക് നേരെ അഡ്വഞ്ചർ പാർക്കിൽ എന്താ ഉള്ളതെന്ന് നോക്കാം. ഒരു ഫ്രീ എൻട്രി തന്നിട്ടുണ്ടല്ലോ ഒരെണ്ണം, അവിടെ എന്താ ഉള്ളതെന്ന് കൂടെ ഒന്ന് വേഗം പോയി നോക്കാം. സമയം 2:10 വരെ ഉള്ളൂ. അഡ്വഞ്ചർ പാർക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് വേണ്ട സ്നോ വ്യൂ പോയിന്റിലേക്ക് ഒരു 40 മീറ്റർ എഴുതി വെച്ചിട്ടുണ്ട്. ആ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ആ ഹിമാലയ ദർശനം ചെയ്യാൻ പറ്റും, ഹിമാലയം കാണാൻ പറ്റും. 40 മീറ്റർ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ എന്താണെങ്കിലും ഒന്ന് കയറി നോക്കാം. എന്താണെങ്കിലും ഇത്രയും വന്നില്ലേ. താഴേന്നാണെങ്കിൽ ദിനോസർ കാർന്ന് വെച്ച കേട്ടോ, കുറച്ചു മുമ്പേ വലിയ ഒച്ച. അത് ദിനോസർ പാർക്കിൽ നിന്നാണ്. ദിനോസർ പാർക്ക് അതിനകത്ത് എന്താ ഉള്ളതെന്ന് പിള്ളേർക്ക് വല്ല തമാശയുള്ള കാര്യങ്ങളും കാണുമെന്ന് അത്രേ ഉള്ളൂ. ഹിമാലയം കാണാൻ കയറി വന്ന ഞങ്ങൾക്ക് കിട്ടിയത് കണ്ട് ഇവിടെ ഈ എയർഗൺ വെച്ച് കുപ്പിയിൽ വെടിവെച്ച് പൊട്ടിക്കുന്ന കുറെ പേരെ മാത്രം. ഹിമാലയവും ഇല്ല, ജ്യോതിയും വന്നില്ല, താരയും വന്നില്ല, അല്ലേ ഒന്നും വന്നില്ല. ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, ആരും വന്നില്ല. മൊത്തം മഞ്ഞുമൂടി കിടക്കാണ്, ഹിമാലയം കാണാൻ പറ്റുന്നില്ല. ഫുള്ള് മഞ്ഞുകൂടി കിടക്കുക. ഓക്കെ, ഇവിടെ കയറി വന്നപ്പോൾ ഞങ്ങളൊരു സാധനം ട്രൈ ചെയ്യാൻ പോകും. താങ്ക് യു. അത് വാങ്ങി ട്രൈ ചെയ്യാന്ന് പറഞ്ഞ് ട്രൈ ചെയ്യുക. എന്റെ പേരെന്തായിരുന്നു ഏട്ടാ? ചനാ മുംഫലി. സ്പൂൺ കണ്ടോ? ഇല കട്ട് ചെയ്തിട്ട് എക്കോ ഫ്രണ്ട്ലി, ടോട്ടലി എക്കോ ഫ്രണ്ട്ലി. എങ്ങനെയുണ്ട്? സൂപ്പർ ടേസ്റ്റ്. ആ നാരങ്ങ കഴിച്ചിട്ട് അടിപൊളിയായിട്ടുണ്ട്. നല്ല നാരങ്ങയാണ് കേട്ടത്. നമ്മള് കണ്ടാ അവർക്ക് ഓറഞ്ച് ആണല്ലേ. ഇവിടെ വരുന്ന ഒരു ദാദയുടെ കയ്യിൽ നിന്ന് കണ്ടിപ്പ മേടിച്ചിരിക്കണം. അതെ. ഇനി ഇതിനകത്ത് മൊത്തം വലിയവർക്ക് പറ്റുന്ന അഡ്വഞ്ചർ ടൂറിസം ആണ്. വേണ്ട സൈക്ലിങ്, മറ്റേ മൂലയെ കൂടെ ചവിട്ടുന്ന സൈക്കിള്, പിന്നെ ഇനിയിപ്പോ താഴെ കാറുണ്ട്. ആ കാർ എനിക്കൊന്ന് ഓടിക്കണം. ഉറപ്പിച്ചു. ഇവിടെ സിപ്പ് ലൈന്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സിപ്പ് ലൈനിൽ 80 കിലോ താഴെയുള്ളവർ മാത്രമേ ഇവിടെ കയറ്റുള്ളൂ. ഞാൻ അതുകൊണ്ട് തന്നെ ഈ Formula 1 റേസിംഗ് ചെയ്യാന്ന് ഓർത്തിട്ടാണ്. വേണ്ട
അടിപൊളിയല്ലേ? 250 രൂപ. എത്ര നേരമാണ് എന്താണെന്ന് അറിയത്തില്ല, എത്ര റൗണ്ട് തരുമെന്ന് അറിയത്തില്ല. പക്ഷെ ഡ്രൈവിങ് നമ്മുടെ പാഷനാണ്. അതുകൊണ്ട് ഞാൻ പോട്ടെ, ഞാൻ പോയി കയറട്ടെ. താങ്ക് യു. ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ടാണേ, ഒരു ഫോട്ടോയും കൂടെ എടുക്കണം. അങ്ങനെ ഏട്ടന്റെ കാട്ടിലേക്ക് കേറുവാണ്. കുറച്ച് പാടാണ് കേട്ടത് ഓടിക്കാൻ. വളമൊക്കെ തിരിയുമ്പോ കുറച്ച് പാടുണ്ടെന്നാ തോന്നുന്നത്. നല്ല ശക്തി എടുത്താ ഏട്ടനെ ഓടിക്കണേ. എന്തായാലും കൊള്ളാം. എനിക്ക് ധൈര്യമില്ല, അതുകൊണ്ട് ഞാൻ എന്തായാലും കൊള്ളാം. ഇങ്ങനെ കാട്ടൊക്കെ ഓടിച്ച് വരുന്നുണ്ട്. ഇങ്ങനെ ഉണ്ടായിരുന്നു. അതിന്റെ സ്റ്റിയറിംഗിന് ഭയങ്കര കട്ടിയാ, ആക്സിലേറ്റർ കൊടുത്തോണ്ട് തിരിക്കാൻ പറ്റുന്നില്ല. വളവ് തിരിയുമ്പോ ഏട്ടൻ ഭയങ്കര ശക്തി എടുത്തിരിക്കണം. ഇവിടെ കുറച്ച് സ്ഥലം ഉള്ളതുകൊണ്ട് നമുക്ക് വീശിയെടുക്കാം. അപ്പുറം ഒട്ടും സ്ഥലമില്ല, അവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നല്ല എക്സ്പീരിയൻസ്, ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ്. ദാറ്റ് വാസ് വെരി കൂൾ. കഴിഞ്ഞ പ്രാവശ്യത്തെ സിപ്പ് ലൈൻ പോലെ. 250 രൂപയുടെ ഇല്ല കേട്ടോ. 250 രൂപയുടെ മുതലൊന്നും ഇല്ല. 5 റൗണ്ട് 50 രൂപയ്ക്ക് ഒരു റൗണ്ട് നമ്മൾ ഓടുന്നത്, അതും ഡീസൽ എഞ്ചിനേല്. ഇതാണ് ദിനോസർ പാർക്ക്. അവിടെ കയറണ്ട എന്നുള്ള തീരുമാനത്തിലാണ് നമ്മൾ എത്തിക്കുന്നത്. അതിനകത്തൊന്നും കാണൂല, ചുമ്മാ ഉടായിപ്പാന്ന് തോന്നുന്നു. വെറുതെ കുറച്ച് ശബ്ദങ്ങൾ മാത്രം കേൾപ്പിക്കും. പിന്നെ അത് എൻട്രി ഫ്രീ ആണ്. എങ്കിലും നമ്മൾ കയറി കാണുന്നില്ല അല്ലേ? അത്രയും സമയം സ്പെൻഡ് ചെയ്യാനുള്ള ഇതില്ല. കപ്പിൾ കോർഡിനേറ്റ്സിനെ പോലെ ഉത്തരാഖണ്ഡ് ടൂറിസത്തിന്റെ കോർഡിനേറ്റ് ആണ് കാണുന്നത്. ഇത് സമുദ്രനിരപ്പിൽ നിന്ന് 2270 മീറ്റർ മുകളിലാണുള്ളത്. അതാണ് ചോദിച്ചത്. പക്ഷെ ചോദിക്കാൻ പറഞ്ഞു വന്നപ്പോ വേറെ എന്തോ ആയിപ്പോയി. കവി ഉദ്ദേശിച്ചത് അത് തന്നെയായിരുന്നു. ഇനിയിപ്പോ നമുക്ക് വീണ്ടും നമ്മുടെ റോപ്പ് വേയിൽ കയറി താഴത്തേക്ക് ഇറങ്ങാം. ഈ ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഹോട്ടൽ കൂടി ഉണ്ട് കേട്ടോ. ഇത് പണ്ടത്തെ ബ്രിട്ടീഷ് ഗവർണർ ഹൗസ് ആയിരുന്നു, ഇപ്പൊ അത് ഹോട്ടലാക്കി മാറ്റിയേക്കാണ്. താഴത്തേക്ക് കാണുമ്പോൾ പേടിയാവും അല്ലേ? ഭയങ്കര കുത്തായ ഇറക്കമാണ്. നമുക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോന്ന് അറിയില്ല, പക്ഷെ ഹെവി സ്റ്റീപ്പാണ്. ഇങ്ങോട്ട് കയറി വന്നേക്കാളും ബുദ്ധിമുട്ടായിരിക്കും റോപ്പയിൽ കയറി താഴത്തേക്ക് ഇറങ്ങുമ്പോൾ. നമ്മുടെ കിളി പോവും. സാധനം ഇങ്ങനെ ഡ്രോപ്പ് ഡൗൺ ആയി. ഒലയാൻ ചാൻസ് ഇല്ല, എന്നാലും ഇറങ്ങി പോകുമ്പോഴത്തേക്ക് നമ്മുടെ കിളി പോകാൻ ചാൻസ് ഉണ്ട്. ഇതിന് മുമ്പ് നമ്മൾ റോപ്വേയിൽ കയറിയത് പഴനിക്ക് പോയപ്പം. പഴനിയുടെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ ലിങ്ക് കയറി കാണാത്തൊരു കാണുക. ഈ ലിങ്ക് കയറാന്നുള്ളത് പതിവായിക്കോണല്ലേ? പക്ഷെ ആരും കാണുന്നില്ലല്ലോ, ഞങ്ങളുടെ വ്യൂ ഒന്നും കൂടുന്നില്ല. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഒന്ന് കയറി അതൊന്ന് കാണണേ പ്ലീസ്. അപ്പൊ പിന്നെ അന്ന് പളനി പോയപ്പോഴാണ് ആദ്യമായിട്ട് നമ്മൾ കയറുന്നത്. അതുപോലെ കുറച്ച് ദൂരം ഉള്ളായിരുന്നു. ഇത് നല്ല ലോങ് ആണ്. അത് കണ്ടില്ലേ ഒരു ആശാൻ കയറി വരുന്നത്. ഇത് ഒരാൾ കയറി വരുന്നു. ഇത് ഏകദേശം ഈ 700 മീറ്റർ എന്ന് പറയുന്നത് 3 മിനിറ്റ് കൊണ്ട് കയറി തീർക്കും. ഞങ്ങളങ്ങനെ കയറി താഴത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും താഴത്തോട്ട് ഇറങ്ങാൻ ബുദ്ധിമുട്ടല്ലേ? ആൾക്കാർ കുറവാണ്, അങ്ങോട്ട് കുറച്ച് ആൾക്കാർ കൂടുതലുണ്ട്. ഇപ്പൊ ഞങ്ങൾ 5 പേരേ ഉള്ളൂ. ഇതിൽ ഇറങ്ങി പോകുമ്പോഴത്തേക്ക് നല്ല താഴത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഈ താഴെ കാണുന്നതാണ് നൈനിറ്റാളിലെ ഗ്രൗണ്ട്. കാണാം നമുക്ക് അടിപൊളിയായിട്ട്. നൈനിറ്റാൽ സിറ്റി ഫുള്ള് കാണാം. വണ്ടികൾ പാർക്ക് ചെയ്തേക്കുന്നത് കണ്ടോ? അടുക്കി വണ്ടികൾ ഇഷ്ടംപോലെ പാർക്ക് ചെയ്തേക്കുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞ പാർക്കിംഗ്. ചീട്ട് വെച്ചേക്കുന്ന പോലെ. അതെ, അയ്യോ ഇടയ്ക്കൊന്ന് കുലുങ്ങുന്നുണ്ട്. നമുക്ക് പണ്ട് ബസ്സിലൊക്കെ പോകുമ്പോ ഇങ്ങനെ താഴോട്ട് പോകുമ്പോ ഇങ്ങനെ വയറ്റിക്കൂടെ നമ്മൾ താഴത്തേക്ക് പോകുമ്പോ ഒരെണ്ണം മുകളിലേക്ക് കയറി വരുന്നു. അടിപൊളി.
അതുകൊണ്ട് നമ്മളങ്ങനെ അറേബ്യ സ്റ്റേഷനിലെത്തി. അവിടെ എത്തിയപ്പോഴത്തേക്ക് നല്ലപോലെ ഇതിനൊരു ആട്ടം വന്നിട്ടുണ്ട്. ഈ കാണുന്ന പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ റോപ്പ് വേ ട്രിപ്പ് ഇവിടെ കൊണ്ട് തീരുവാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. പക്ഷേ 360 രൂപയ്ക്കുള്ള ഒരു ടിക്കറ്റിൻ്റെ വാല്യൂ അത്രയ്ക്കുള്ളതില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതിന് ചിലവ് കാണും. 2 ഓപ്പറേറ്റർ ഉണ്ട്. ആ മുകളിലും താഴേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർ ചിലവുണ്ടാവും. പക്ഷേ നമ്മളെ ആസ് എ ഇൻഡിവിജ്വൽ അത് ഒരുപാട് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. ഒരാൾക്ക് 200 ഈ നേരത്തെ 300 ആയിരുന്നെന്ന് പറഞ്ഞില്ല. അതിൻ്റെ കൂടെ 60 മറ്റേ ദിനോസർ പാർക്കിന് വേണ്ടി അവർ എക്സ്ട്രാ ആഡ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ എനിവേ എന്താണെങ്കിലും നമുക്ക് കണ്ടിരിക്കുക എന്നുള്ളത് വളരെ കാര്യമുള്ള കാര്യമല്ല. വരുന്നവർക്ക് ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. അടിപൊളി സ്ഥലം. ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. മുകളിൽ ചെല്ലുമ്പോഴത്തേക്കും വേറെ ക്ലൈമറ്റ് തന്നെയാണ്. അവിടെ നല്ല തണുപ്പ്. ഇവിടെ ചൂടായി. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് തന്നെ ടാറ്റ ബൈ ബൈ പറയുവാണ്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. കുറച്ച് ലോങ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ടാറ്റ ബൈ ബൈ. വീഡിയോ സ്കിപ്പ് അടിക്കാണ്ട് ഫുള്ളായിട്ട് കാണുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാ വീഡിയോയും കാണുക. അപ്പോൾ അപ്പോൾ ബൈ ബൈ. കപ്പിൾ കോട്ടേഴ്സ്. ടാറ്റ.